നമ്മുടെ ലോകം പിന്നെ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ്. അതും ഒരു ജലയുദ്ധം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങളിത് കാണുക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ചൈനയിൽ നിന്നാണ് 18 രാജ്യങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നത്. എന്നാൽ ചൈന ഈ നദികളിലെല്ലാം ഡാമുകൾ പണിഞ്ഞ് ഇതെല്ലാം ഫുൾ കൺട്രോളാക്കി എടുത്തിരിക്കുകയാണ്. ഈ നദി മെയിൻലാൻഡിലേക്ക് അയക്കാനാണ് അവർ നോക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഫുൾ കൺട്രോൾ ആക്കിക്കൊണ്ട് അവർക്ക് ഈ രാജ്യങ്ങളിൽ ഫ്ലഡും കൊണ്ടുവരാം. ഇതിൻ്റെ മെയിൻ സിറ്റുവേഷൻ അറിയണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയും ചൈനയുടെ കൺട്രോളിലാണ്. ഇപ്പോൾ തന്നെ ചൈന 48,000-ഓളം ഡാമുകൾ പണിഞ്ഞ് ഇവിടെല്ലാം ഫുൾ കൺട്രോളാക്കി ഇട്ടിരിക്കുകയാണ്. പുതിയൊരു ഡാം അരുണാചൽ പ്രദേശിൽ പണിയുകയാണ്. ഇതും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം. ഇത് ഡാം പണിയുന്നതോടെ ഫുൾ കൺട്രോൾ ചൈനയ്ക്ക് ലഭിക്കുന്നതാണ്. ഡാം കൊണ്ട് നമ്മുടെ 7 സിസ്റ്റേഴ്സിനെ ഫുൾ തകർക്കുന്നതാണ്. എന്നാൽ എപ്പോഴും ഇങ്ങനെയല്ലായിരുന്നു. ടിബറ്റ് എന്ന ഹൈ പ്ലാറ്റു ചൈന പിടിച്ചെടുത്തതിന് ശേഷമാണ് ചൈനയ്ക്ക് ഇങ്ങനത്തെ നദികളിലെല്ലാം ഫുൾ കൺട്രോൾ വന്നത്. നമ്മളിപ്പോൾ പാകിസ്ഥാനി ഇൻഡസ് വാലി ട്രീറ്റ് തടഞ്ഞതുപോലെ ചൈനയ്ക്കും ഇനി നമ്മുടെ എല്ലാം വെള്ളം തടയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ആസാം പ്രധാനമന്ത്രി ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റെയിൻഫാളിലൂടെയാണ് നമ്മുടെ 7 സിസ്റ്റേഴ്സിന് കൂടുതൽ വെള്ളം കിട്ടുന്നത്, അതും ചൈനയുടെ ബ്രഹ്മപുത്രയെക്കാട്ടിൽ കൂടുതൽ. നമ്മുടെ ഇന്ത്യക്ക് ഇനി വെള്ളം കിട്ടുമോ ഇല്ലയോ ഇനിയും കണ്ടറിയാം. ബൈ.